ഹായ്, വെൽക്കം ടു ഷജീസ് വ്ളോഗ്സ്. പ്രോബ്ലംസ് നമ്മൾ ചിന്തിക്കുകയാണ്, ഇതെന്താ നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ മാത്രമേ വരുള്ളൂ, നമ്മൾ നല്ലത് ചിന്തിക്കുമ്പോൾ നല്ല സംഭവങ്ങളും നല്ല സിറ്റുവേഷൻസും നല്ല ആൾക്കാരും മാത്രമേ നമ്മളിലേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എന്നിലേക്ക് ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഇത്രയും മോശമായിട്ടുള്ള ഒരു സ്ഥിതി എന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കും? ഇതാണ് ഒരു ജീവിതം, ഇങ്ങനെയാണോ ജീവിക്കേണ്ടത്? എനിക്ക് മരിച്ചു പോയാൽ മതി, എനിക്ക് ജീവിക്കണമെന്ന് തന്നെ ഇല്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. നോക്കാൻ പോകുന്നത് യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുതരുന്ന 5 പ്രധാന സയൻസ് ആണ്. ഒരുപാട് സയൻസുകൾ യൂണിവേഴ്സ് നമ്മളിലേക്ക് നമുക്ക് എത്തിച്ചു തരും, സൂചനകൾ നമുക്ക് തരും. അതിൽ പ്രധാനപ്പെട്ട 5 എണ്ണത്തിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ സൂചനകൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എങ്ങനെയാണ് യൂണിവേഴ്സുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ പല മാർഗ്ഗങ്ങളും ഉണ്ടല്ലേ. ഒന്നാമതായിട്ട് മെഡിറ്റേഷൻ, രണ്ടാമതായിട്ട് 369 ടെക്നിക്ക്, 555 ടെക്നിക്ക്, ലെവൽ 11 ടെക്നിക്സ്, അങ്ങനെ അല്ലെങ്കിൽ ഗോൾ സെറ്റിംഗ്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ മിനിമം അറ്റ്ലീസ്റ്റ് ഒരു മെഡിറ്റേഷൻ എങ്കിലും നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആവുന്നത്. അപ്പോൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ യൂണിവേഴ്സ് നമ്മളെ കെയർ ചെയ്യുന്നു എന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് നമുക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 5 സയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമുക്ക് പ്രപഞ്ചശക്തി നമ്മളിലേക്ക് തരുന്ന സൂചനകൾ, 5 സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രോബ്ലംസ്. നിങ്ങൾ പ്രോബ്ലംസ് കൊണ്ട് തന്ന് നമുക്ക് സയൻസ് കാണിച്ചു തരും. നമ്മൾ സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രോബ്ലംസ് നമ്മളിലേക്ക് കൊണ്ട് ഇട്ട് തരുന്നത്. അതും വളരെ പെയിൻഫുൾ ആയിട്ടുള്ള, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു സിറ്റുവേഷൻ, ഒരു സാഹചര്യം നമ്മളിലേക്ക് കൊണ്ടുതരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കും? ഇതെന്താ ഈ ഒരു ട്വിസ്റ്റ് എന്നിലേക്ക് വന്നത്, ഈ ഒരു സ്ട്രഗിൾ എന്നിലേക്ക് വന്നത്? ഞാൻ ശരിക്കും കണക്റ്റഡായി, ഞാൻ നല്ല പോസിറ്റിവിറ്റി ആയിട്ട്, ഞാൻ നല്ല ഹൈ ലെവലിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ ട്വിസ്റ്റ് എനിക്ക് തന്നത് എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ഒന്ന് ചിന്തിച്ചു പോകും. അപ്പം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, യൂണിവേഴ്സ് ഇത് നമുക്ക് തന്ന ഒരു സൂചനയാണ്. എന്താണ്? നീ ഈ കംഫർട്ട് സോണിൽ ഇരിക്കാനുള്ള ആളല്ല, നീ ഇവിടെ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തണം, നീ ഉയർച്ചയിലേക്ക് പോകണം. നീ ഇവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ, അതായത് നീ ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ തന്നെ നീ ഇങ്ങനെ തുടർന്നു കൊണ്ടിരുന്നാൽ നിനക്ക് അങ്ങനെ തന്നെ ഇരിക്കാനേ പറ്റുള്ളൂ. നിനക്ക് അവിടെ വിജയം ഉണ്ടാവില്ല, നിനക്ക് ഉയർന്ന തലങ്ങളിലേക്ക് എത്താൻ പറ്റില്ല. അപ്പം നമ്മൾ ഈ സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് നമ്മൾ അടുത്ത ലെവലിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ഇട്ട് തരുന്നതാണ് ഈ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതൊരു സൂചനയാണ് കേട്ടോ. എന്നാൽ ആ പ്രോബ്ലം നമ്മളിലേക്ക് ഇട്ട് തരുന്നത് നമ്മളെ ഒന്നും കൂടി ഒന്ന് മിനുക്കിയെടുക്കാൻ, ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഷോർട്സിൽ പറഞ്ഞ പോലെ ഒരു മെഷീൻ ആണെങ്കിലും അത് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുമ്പോൾ അതിന് റിപ്പയർ വരും. അത് ആ കണ്ടീഷനിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ പോരാ, അതിൻ്റെ മെച്ചപ്പെട്ട രീതിയിൽ അത് വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ അതിനെ കൊണ്ടുപോയി റിപ്പയർ ഒക്കെ ചെയ്ത് മെയിൻ്റെനൻസ് ഒക്കെ വരുത്തി നല്ല അടിപൊളിയായിട്ട് കൊണ്ടുവരൂല്ലേ. അപ്പോൾ അത് കൂടുതൽ ശക്തിയായി, കൂടുതൽ പൂർവാധികം ശക്തിയായിട്ട് അത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഈ സെയിം മെത്തേഡ് തന്നെയാണ്. നമ്മളിങ്ങനെ കുത്തിപ്പിടിച്ച് നമ്മുടെ കംഫർട്ട് സോണിൽ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉയർച്ചയിലേക്ക് എത്താൻ പറ്റുമില്ല. അപ്പോൾ യൂണിവേഴ്സ് ഒരു പ്രോബ്ലം നമുക്ക് ഇട്ട് തരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ്, നമ്മൾ പോസിറ്റിവിറ്റിയിലുള്ള ആളാണല്ലേ, നമ്മൾ നെഗറ്റീവ് അടിച്ചിട്ട് ഇങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്ന ആളല്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ എങ്ങനെയാ, നമുക്ക് നെഗറ്റീവ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ അവിടെ തളർന്നിരിക്കുമോ? ഇല്ല. നമ്മൾ അതിൽ നിന്നൊക്കെ എഴുന്നേറ്റ് നമ്മൾ എങ്ങനെ ഇതിനെ മറികടക്കാം എന്നുള്ള പുതിയ തലങ്ങളെക്കുറിച്ച് ആലോചിക്കും. അപ്പോൾ അവിടെ നമ്മളെ യൂണിവേഴ്സ് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുവാണ്. നിങ്ങൾക്കറിയോ, എൻ്റെ ലൈഫിൽ ഇതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ ലൈഫ് കോച്ചിങ്ങിൽ, ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ വന്ന് കഴിഞ്ഞ പിന്നെ ഭയങ്കര മീൻസ് എനിക്ക് താങ്ങാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറത്തുള്ള സിറ്റുവേഷൻസ്, പല സിറ്റുവേഷൻസും എന്നിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എൻ്റെ പ്രകൃതി ശക്തി എനിക്ക് വേണ്ടി തരുന്ന സൂചനകളാണ്, അല്ലെങ്കിൽ എന്നോട് കണക്റ്റഡ് ആയിരിക്കുകയാണ് എന്ന് എന്നെ അറിയിക്കുന്നതാണ് ഇതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അത് അവിടെ തന്നെ കിടന്നുകൊണ്ട് അതിൽ തന്നെ അങ്ങ് പരിതപിച്ചുകൊണ്ട് നടക്കാതെ ഞാൻ അവിടെ നിന്നൊക്കെ ഉയർത്തെഴുന്നേറ്റു. ഇതല്ല എനിക്ക് എത്തിപ്പെടാനുള്ള വേ, ഇതല്ല, ഞാൻ ഇതിനേക്കാൾ ഉയരത്തിൽ എത്തേണ്ടവളാണ് എന്നുള്ള ആ ഒരു സൂചന എനിക്ക് ഈ പ്രകൃതി ശക്തി തന്നപ്പോൾ, ആ യൂണിവേഴ്സ് തന്നപ്പോൾ, ആ സിറ്റുവേഷൻസ് എന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ശരിക്കും എൻ്റെ അനുഭവമാണ് കേട്ടോ. ഞാനെൻ്റെ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട് ഞാൻ കടന്നു വന്ന ആ സിറ്റുവേഷൻസൊക്കെ. അപ്പോൾ എനിക്കത് പ്രകൃതി ശക്തി എനിക്ക് ഇട്ട് തന്നതാണ്. ഞാൻ കണക്റ്റഡ് ആയിരിക്കുന്ന ആളാണ് പ്രകൃതി ശക്തിയോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് എനിക്ക് ഇട്ട് തന്ന ഒരു ട്വിസ്റ്റാണ്. ഞാൻ ഉയരങ്ങളിലേക്ക് എത്താനായിട്ട്, ഉയർച്ചയിലേക്ക് പോകാനായിട്ട്, ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ വേണ്ടി എനിക്ക് ഇട്ട് തന്ന ട്വിസ്റ്റാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ അവിടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഞാൻ അടുത്ത പടിയെക്കുറിച്ച് ആലോചിച്ച് അടുത്ത കാര്യങ്ങളിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടേയിരുന്നു.
അറിയോ, ഞാൻ അന്നേരം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരു ലൈഫ്, ജീവിതകാലം മൊത്തവും ഇങ്ങനെ ഒന്ന് ശരിയായി വരുമ്പോഴത്തേനും ഒന്ന് ശരിയാവത്തില്ല, എന്തിനാണ് ഇങ്ങനെ ഞാൻ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്നത്, മരിച്ചു പോയാൽ മതി, അല്ലെങ്കിൽ എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ ഇങ്ങനെ ഞാൻ ഒരുപാട് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് ആ ഒരു സിറ്റുവേഷൻസൊക്കെ ഓവർകം ചെയ്ത് എന്നെ തന്നെ ഞാനൊന്ന് പോളിഷ് ചെയ്തെടുത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് വിജയത്തിലേക്കുള്ള പടിയാണ്, ഇതെനിക്ക് യൂണിവേഴ്സ് തന്ന, യൂണിവേഴ്സ് എന്നിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് എന്ന് എന്നെ അറിയിച്ചതാണ് എന്ന് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്കറിയോ, ആ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ എന്നെ തന്നെ മനസ്സിലാക്കുന്നത്, എന്നിൽ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതും, എനിക്ക് എൻ്റെ എന്താ പറയുക, എത്രത്തോളം ഉയരങ്ങളിലേക്ക് എനിക്കിനി എത്താനുണ്ട് എന്ന് ഞാൻ അറിയുന്നതും, ഞാൻ വളരെയധികം ശക്തിയോടെ പൂർവാധികം മാനസികമായും ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ ഞാൻ വളരെയധികം കരുത്താർജിച്ചതും എല്ലാം എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെ ആയിരുന്നു എനിക്ക് തന്ന ആ സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രഗിൾ വരുമ്പോൾ, ഒരു പ്രോബ്ലം വരുമ്പോൾ നിങ്ങൾ അവിടെ തളർന്നു പോകരുത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ടെക്നിക്കുകൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഒന്നുമില്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ചെയ്യാൻ എളുപ്പമല്ലേ. നമ്മൾ എവിടെയെങ്കിലും 5 മിനിറ്റ് സ്വസ്ഥമായി ഇരുന്ന് ഒന്ന് ഡീപ്പ് ബ്രീത്ത് നമ്മൾ ഇൻ ആൻഡ് ഔട്ടും എടുത്ത് നമ്മുടെ തോട്ട്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മൾ അവിടെ ഇരിക്കുകയാണെങ്കിൽ, നമ്മൾ കണ്ടിന്യൂസ്ലി നമ്മളത് ചെയ്യുവാണെങ്കിൽ നമ്മൾ യൂണിവേഴ്സുമായി കണക്റ്റഡ് ആയി. യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആയാൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിങ്ങളെല്ലാം അർപ്പിച്ചു, നിങ്ങൾ അവിടത്തേക്ക് മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഈ ലൈഫ് കോച്ചിങ്ങിലേക്ക് വരുന്നതും ഈ ലോ ഓഫ് അട്രാക്ഷൻ്റെ കാര്യങ്ങൾ പഠിച്ചതും, അതുപോലെ തന്നെ ഇപ്പോൾ ലൈഫ് കോച്ചിങ് സ്റ്റുഡൻസിന് പഠിപ്പിച്ചു കൊടുക്കുന്നതും എല്ലാം ഞാൻ എപ്പോൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ, എപ്പോൾ എന്നിൽ തന്നെ എനിക്ക് വിശ്വാസം വന്നുവോ, അന്ന് മുതൽക്കാണ് അത് സ്റ്റാർട്ടായത്. എന്ത് ചെയ്യണമെന്നറിയോ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് തന്നെ നിങ്ങൾ കൂട്ടുപിടിക്കുക. നമ്മുടെ യൂണിവേഴ്സ്, നമ്മുടെ പ്രപഞ്ചശക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. നമ്മളോട് എന്താ പറയാനാ, നമ്മളെ എത്ര പരാജയത്തിലേക്ക് പോകണമെന്ന് ആളുകൾ ആഗ്രഹിച്ചാലും നമ്മൾ ഉയർന്നു വന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് നമ്മളെ പ്രപഞ്ചശക്തിയിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ മാത്രമാണ് കേട്ടോ, നമ്മളെ ശരിക്കും പ്രപഞ്ചശക്തിയെ കൂട്ടുപിടിക്കുമ്പോൾ. അവിടുന്ന് അല്ലാതെ വേറെ ഒരു കൂട്ടാളും നമുക്ക് വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമുക്ക് ഗൈഡൻസ് തരാനും നമുക്ക് നമ്മളെ തന്നെ നയിക്കാനും എൻ്റെ യൂണിവേഴ്സ് എന്നോടൊപ്പം ഉള്ളപ്പോൾ എനിക്ക് എന്തിനാണ് പേടി, ഞാൻ വ്യാകുലപ്പെടേണ്ടത്, എന്ത് വേദനയാണ് എന്നിലേക്ക് വരേണ്ടത്, എനിക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. എനിക്ക് എൻ്റെ പ്രപഞ്ചശക്തി എന്നോടൊപ്പം എൻ്റെ കൂട്ടിനുണ്ട് എന്ന് നമ്മൾ ആഴത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും നമ്മളിലേക്ക് ആ ഒരു കണക്ഷൻസും കൂടുതൽ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. നിങ്ങൾ ചുമ്മാ നമ്മൾ എന്തോരം സമയം നമ്മൾ വെറുതെ പാഴാക്കുന്നല്ലേ, ഈ സമയത്ത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ്, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നന്ദി പറയുന്നതിലൂടെ നിങ്ങൾക്ക്, ഞാൻ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. 28 ഡേയ്സ് മാജിക് ചലഞ്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ ഫുള്ള് 28 ഡേയ്സും ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. പല മെത്തേഡിൽ കൂടി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ നിങ്ങൾ കണ്ടത് പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ ജീവിതത്തിൽ അതൊരു ശീലമാക്കണം. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് ഒരു ശീലമാക്കണം. വരുമ്പോൾ നമ്മൾ വിചാരിക്കുക, ഇത് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, എനിക്ക് സക്സസ് തരാൻ വേണ്ടിയിട്ട് വന്ന പ്രോബ്ലംസ് ആണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് നമ്മൾ കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോഴേക്കും നമ്മൾ അവിടെ കണക്റ്റഡായി നമുക്ക് അത് ഓവർകം ചെയ്യാനുള്ള സാഹചര്യങ്ങളും കൂടി യൂണിവേഴ്സ് നമ്മളിലേക്ക് കൊണ്ടുതരും. അപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആകും. ഇത് ഞാൻ 100% ഞാൻ ഗ്യാരണ്ടി തരുവാണ് നിങ്ങൾക്ക്. നമ്പർ 2 എന്ന് പറയുന്നത് ഡ്രീംസ്. അതായത് സ്വപ്നത്തിൽ കൂടി നമ്മളെ യൂണിവേഴ്സ് ഗൈഡ് ചെയ്യും. അറിയോ, ഈ ഡ്രീംസ് നമ്മൾ സ്വപ്നം കാണുമല്ലേ, അതായത് ഒരു 12 മണി തൊട്ട് 3 മണി വരെ ഒക്കെ കാണുന്ന സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്, അത് നമ്മുടെ തോട്ട്, സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളിങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വരുമ്പം അത് നമുക്ക് സ്വപ്നത്തിലൂടെ നമുക്ക് വരുന്നത്. അതല്ല ഞാൻ പറയുന്നത്. നമ്മുടെ അതായത് എന്താ പറയുക, ബ്രഹ്മമുഹൂർത്തം എന്നൊക്കെ പറയും. അതായത് 4 to 5:30, ഒരു 4 മണി തൊട്ട് 5-5:30 മണി വരെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ, അതാണ് ശരിക്കും യൂണിവേഴ്സ് നമ്മളിലേക്ക് തരുന്ന സിഗ്നൽ എന്ന് പറയുന്നത്, സൂചന. നമ്മളെ ഗൈഡ് ചെയ്യും. ചിലപ്പോൾ നമ്മളിലേക്ക് വരാനുള്ള വലിയൊരു ആപത്തിനായിരിക്കും നമുക്ക് കാണിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യത്തിലേക്ക് നമുക്ക് കടക്കാനുള്ള ചില ഗൈഡൻസ്, അതൊക്കെ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് കാണുന്ന ഈ ഡ്രീംസിനെ നിങ്ങളൊന്ന് കെയർ ചെയ്യുക.
ഒന്ന് ഓർത്തെടുക്കുക അത് എന്താണ് എന്നുള്ളത്. അത് യൂണിവേഴ്സ് നമുക്ക് തരുന്ന സൂചനകളാണ്. ചിലപ്പോൾ നമ്മൾ ശരിക്കും വിശ്വസിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ചില ബന്ധങ്ങളുണ്ടല്ലോ, അതൊന്നും ചിലപ്പോൾ റിയൽ ആയിരിക്കില്ല. അത് ചിലപ്പം എന്താ പറയാനാ, എന്തെങ്കിലും നമ്മളെ യൂട്ടിലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ മുതലെടുക്കാനോ ഒക്കെ വേണ്ടിയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പം യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരും ഈ റിലേഷൻ ശരിയല്ല, അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങൾ ഇത് ശരിയായ രീതിയിലല്ല ഇത് പോകുന്നത്. അങ്ങനെ ചില റിലേഷൻഷിപ്പും നമുക്ക് കാണിച്ചു തരും കേട്ടോ യൂണിവേഴ്സ്. കാരണം നമ്മുടെ ചുറ്റും നിൽക്കുന്ന, നമ്മളോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ് എന്നാകണമെന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല അല്ലേ. നമ്മളൊരു 100% റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ അതിൽ 1 2 അല്ലെങ്കിൽ 5 or 6 റിലേഷൻഷിപ്പ് മാത്രമാണ് ശരിക്കും നമ്മുടെ നന്മയെ ആഗ്രഹിക്കുന്നത്, നമ്മളെ നമ്മൾ ഉയർച്ചയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അല്ലെ, ആൾക്കാരായിരിക്കും. അപ്പം ഇതും ചിലപ്പോൾ ചില ഡ്രീംസിലൂടെ യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഇനി നമ്പർ 3 എന്ന് പറയുന്നത്, ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ചില സയൻസുകൾ കിട്ടാൻ തുടങ്ങും. കാണുന്നത്, അതുപോലെ കുറേ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണുന്നത്, പിന്നെ ശരിക്കും നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, ശരിക്കും ഗ്രീനറിയുള്ള പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ പോകുന്നത്, അതുപോലെ തന്നെ നമ്മൾ ധാരാളം പൂക്കൾ കാണുന്നത്, നമ്മൾ പ്ലാൻ ചെയ്ത് അങ്ങനെ കുറേ നാളുകൾക്ക് മുന്നേ പ്ലാൻ ചെയ്ത് വെച്ച് അങ്ങനെ പോകുന്നതല്ല, നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറേ ഫ്ലവേഴ്സിനെ നമുക്ക് കാണാൻ പറ്റുന്നു. ആ കുറേ ഫ്ലവേഴ്സ് ഉള്ള സ്ഥലത്ത് നമ്മൾ പോകുന്നു. ഇതെല്ലാം നമുക്ക് യൂണിവേഴ്സ് തരുന്ന സൂചനകളാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതോ കാര്യം നമുക്ക് നമ്മളിലേക്ക് എത്തിക്കുവാണ്, നമ്മളിലേക്ക് വരാൻ പോവുകയാണ് എന്ന് പ്രകൃതി ശക്തി യൂണിവേഴ്സ് നമുക്ക് തരുന്ന സൂചനയാണ്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്നതും ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാണുന്നതും. പിന്നെ അതുപോലെ തന്നെ ഏഞ്ചൽ നമ്പേഴ്സ് എന്ന് പറയും. അതിനെക്കുറിച്ച് വീഡിയോ പിന്നെ ചെയ്യാം. ഈ ഏഞ്ചൽ നമ്പേഴ്സ് നമ്മൾ കാണാൻ തുടങ്ങും. നമ്മൾ ചില അപൂർവമായിട്ട് നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണാറുണ്ടാവും. പക്ഷെ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സ് ഇങ്ങനെ കാണാൻ തുടങ്ങും. അതും നമ്മുടെ യൂണിവേഴ്സ് നമുക്ക് തരുന്ന സൂചനയാണ്. നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ പോകുന്നു, ഞാൻ നിന്നോട് കണക്റ്റഡ് ആയിരിക്കുന്നു, നിനക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിന്നിലേക്ക് എത്തിക്കുന്നു എന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന സൂചനയാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഏഞ്ചൽ നമ്പേഴ്സിനെ നമ്മൾ കാണുന്നത്. അതായത് 2-3 ഏഞ്ചൽ നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാം. 111, 222, 555. അങ്ങനെ നമ്മൾ റെയറായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ നമ്പേഴ്സുകളൊക്കെ നമ്മൾ ഫ്രീക്വൻ്റ്ലി കാണാൻ തുടങ്ങും. അപ്പോൾ എന്താണ് ഇതിനർത്ഥമെന്നല്ലേ, കറക്റ്റ് റൂട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എത്രയും പെട്ടെന്ന് നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെയും തെളിവാണ് ഈ ഏഞ്ചൽ നമ്പേഴ്സിനെ നിങ്ങൾ കൂടെ നിങ്ങൾ കാണുന്നത്. ഇനി 5ാമത്തെന്ന് പറയുന്നത് തോട്ട്സ്. നമുക്ക് പല ചിന്തകൾ എപ്പോഴും നമ്മുടെ മൈൻഡിലേക്ക് കടന്നു വരുമല്ലേ. ഒരുപാട് ചിന്തകളിൽ കൂടി നമ്മൾ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അതല്ലാതെ ചില തോട്ടുകളുണ്ടല്ലോ, ഈ ചില തോട്ടുകൾ വന്നിട്ട് നമ്മളെ ഇങ്ങനെ പുഷ് ചെയ്യും. അതായത് ഇൻഡ്യൂഷൻ എന്ന് പറയും. ഈ ഇൻഡ്യൂഷൻ ഇങ്ങനെ വന്ന് നമ്മളെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പുഷ് ചെയ്യും. നീ ഇത് ചെയ്യേ, നീ അത് ചെയ്യേ എന്നിങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്നറിയോ, രാവിലെ നമുക്കൊരു തോട്ട് വന്നെന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഈ തോട്ട് വരുമ്പോൾ നമ്മൾ അപ്പം തന്നെ അതിൻ്റെ പുറകെ പോവാതെ നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. രാവിലെ നിങ്ങൾക്കൊരു തോട്ട് വന്നാൽ നിങ്ങൾ ഉച്ചവരെ അതിനെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ ഈ തോട്ട് തന്നെ നമ്മളിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക, ഇത് യൂണിവേഴ്സ് നമുക്ക് തന്ന ഒരു സൂചനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇനി ഈ തോട്ട് പിന്നെ വരുന്നില്ല, മീൻസ് രാവിലെ നമുക്കൊരു തോട്ട് വന്നു, പിന്നെ നമുക്ക് അങ്ങനെ ഒരു തോട്ടേ വരുന്നില്ല എങ്കിൽ അതങ്ങ് വിട്ടുകളയുക. അത് കറക്റ്റായിട്ടുള്ള സംഭവമല്ല അല്ലേ. അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴേക്കോ നമ്മൾ തന്നെ ഉരുത്തിരിഞ്ഞെടുത്തതാണ്. പക്ഷേ നമുക്ക് തോന്നുന്ന ഒരു തോട്ട് കണ്ടിന്യൂസ്ലി ആ തോട്ട് തന്നെ പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക, അത് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയ നമുക്ക് സൈനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം ഈ 5 സൂചനകൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ 5 സൂചനകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പ്രകൃതിശക്തി നിങ്ങൾക്ക് തരുന്ന, പ്രകൃതിശക്തിയോട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്നു, പ്രകൃതിശക്തി നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ 5 സൂചനകളിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് എത്രയും
പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ 1-to-1 സെഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഡ്രീംസൊക്കെ റിയാലിറ്റി ആക്കാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.